ഇതിനിടയ്ക്കാണ് നമ്മൾ പറയാത്തൊരു കാര്യം വന്നു. 2021 ആയപ്പോൾ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ വല്ലാത്ത പ്രശ്നമായി. അത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ 40,000 വീടുകളിലേക്കുള്ള മാസ്ക് ഉണ്ടാക്കിച്ചു. തുണി ഞാൻ കൊടുത്തു. നമ്മുടെ സ്റ്റിച്ചിങ് പഠിച്ച സ്ത്രീകൾക്കെല്ലാം മെറ്റീരിയൽസ് കൊടുത്തു. അവരോട് ഒരു മാസ്ക് 2 വെച്ചിട്ട് മിക്ക വീടുകളിലും അവിടുത്തെ റിക്കമെൻഡ് വെച്ചിട്ട് 5 മുതൽ 10 വരെ മാസ്ക് എത്തിക്കാൻ പറഞ്ഞു. മാത്രമല്ല അത്രയും വീടുകളിലേക്കുള്ള ഹോമിയോ മരുന്ന് ഹോൾസെയിൽ വാങ്ങിച്ച ബോട്ടിലും വാങ്ങിച്ച് അന്നത്തെ ഇതുമാതിരി DYFI SFI പിള്ളേരെല്ലാവരും വിളിച്ചിരുത്തിക്കൊണ്ട് ഇത് ഫില്ല് ചെയ്ത് എല്ലാ വീടുകളിലും ഈ മാസ്കും ഈ ഹോമിയോ മരുന്നും ഒരു 2 മാസത്തേക്കുള്ള മരുന്ന് എത്തിച്ചു കൊടുത്തു. അത് ശരി. ഇനി മറ്റൊന്ന്, എല്ലാ പൊതുസ്ഥലങ്ങളിലും അവിടെ ഈ മറ്റേ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ചവിട്ടി ഉദ്യാൻ പറ്റുന്ന, അത് ഞാനിവിടെ പറവൂർ ഒരാളുടെ നിന്ന് 1000 രൂപ വെച്ചിട്ട്, അന്ന് 1500 രൂപേൻ്റെ ചവിട്ടിയിട്ട് ഹാൻഡ് സാനിറ്റൈസറിൻ്റെ ഇത് ചെയ്യുന്നത് ഞാനിവിടെ ഉണ്ടാക്കിച്ച്, അതായത് ഏതാണ്ട് ഒരു കണക്കൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അത്ര. അതായത് എല്ലാ പോലീസ് സ്റ്റേഷൻ, സ്കൂള്, അമ്പലങ്ങൾ, പള്ളികൾ, ഓട്ടോ സ്റ്റാൻഡുകൾ, പിന്നെ റേഷൻ കടകൾ, പബ്ലിക് എവിടെയൊക്കെ വരുന്നു അവിടെ എല്ലാം ഇത് വെച്ച് കൊടുത്തു. 5 ലിറ്റർ ക്യാൻ്റെ അതിൻ്റെ സാനിറ്റൈസറും കൊടുത്തു. അത് കഴിയുമ്പോൾ പിന്നെ വെച്ചിട്ട് പിന്നെയും കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് കൊടുത്തു. ഇത് കോട്ടക്കൽ മണ്ഡലത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. അപ്പം നിങ്ങൾ 5 വർഷം അവിടെ നിന്ന് പണിയെടുത്തു. അപ്പൊ ഈ 5 വർഷത്തിലെ തോറ്റതിന് ശേഷം എന്തെങ്കിലും ബോർഡോ എന്തെങ്കിലും തന്നോ? ഒന്നുമില്ല, ചോദിച്ചിട്ടുമില്ല. അല്ല, എനിക്ക് ബോർഡിന്റെ ഒരു ആവശ്യമില്ല. എനിക്ക് ബോർഡ് വന്ന പിന്നെ അത് ഓവർബർഡനാ. നിങ്ങൾക്ക് ബോർഡനാ. എന്റെ ബിസിനസ്സും എന്റെ കരൻസി. ബോർഡ് സാധാരണക്കാർ രാഷ്ട്രീയക്കാർ വെക്കുന്നത് അവരൊരു വണ്ടി കിട്ടും, ആ വണ്ടർമുള്ളൊരു ബോർഡ് വെക്കാൻ പോകാന്നുള്ള അതാണ് അതിന്റെ പർപ്പസ്. പിന്നെ ആരാ ഞാൻ ഇന്നാളെന്ന് പറയാം. എനിക്ക് അങ്ങനത്തെ ഒരു ഇതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എനിക്കത് മാത്രമല്ല, ഒരു ബോർഡ് കിട്ടിയാൽ അതിലും വലിയ പ്രശ്നമാവും, കൊണ്ടിടക്കാനുള്ളൊരു ഇത്. അപ്പൊ മാത്രമല്ല NCP കിട്ടുന്ന ബോർഡുകൾ 2 എണ്ണമാണ്. അതപ്പം തന്നെ ഓൾറെഡി 2 ആൾ ഇത് ചെയ്തു. പിന്നെ മാത്രമല്ല ഞാൻ വന്നപ്പോൾ ഓൾറെഡി ഞാൻ വെറും ഒരു മെമ്പറായിട്ട് വന്ന ആളാണ്, മനസ്സിലായി. പാർട്ടിയിൽ പിന്നീട് ഞാൻ നടത്തിയ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് നിങ്ങൾ ശക്തനാകുന്നത്. എനിക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയിട്ട് പോലും തരുന്നത് മൈനോറിറ്റിയുടെ. അത് കഴിഞ്ഞ് പിന്നെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആക്കി. ഇതെല്ലാം പവാർ. കാരണം ഞാൻ ശരത് പവാറിനെ ഇവിടെ കൊണ്ടുവന്ന് 2 ദിവസത്തെ ഒരു വലിയ പരിപാടി ഇവിടെ നടത്തി, ഇവിടെ മൈനോറിറ്റിയുടെ. എത്രയോ നാള് ശരത് പവാർ വിളിക്കും വരാമെന്ന് പറഞ്ഞിട്ട് നടത്താതിരുന്ന സമയത്ത് കൊച്ചിയിൽ വന്നിട്ട് വലിയ പരിപാടി ടൗൺ ഹാളിൽ വെച്ചിട്ട് ഞാൻ നടത്തി. അപ്പൊ അതിന്റെ സെറ്റപ്പും അതിന്റെ അറേഞ്ച്മെന്റ് ബാക്കി അദ്ദേഹം കണ്ടപ്പോഴാണ് ഇത് എനിക്കൊരു ഇതും തന്നില്ല എന്നുള്ളതുകൊണ്ട് ഇവരൊക്കെ വിളിച്ചിട്ട് അത് ചെയ്തിട്ടാണ് അന്ന് മൈനോറിറ്റിയുടെ ഇത് തരുന്നത്, മനസ്സിലായി. മൈനോറിറ്റി തന്നപ്പോഴാണ് ഞാൻ നടത്തിയത്. അതിന് ശേഷമാണ് പിന്നീട് ഇലക്ഷൻ വന്നപ്പോഴും ഇവിടെ ഈ വീതം വെപ്പ് വന്നപ്പോൾ എനിക്ക് നല്ലപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആക്കാൻ പറഞ്ഞു. വർക്കിംഗ് കമ്മിറ്റിയിലും കൊണ്ടുവന്നു. അല്ല, അപ്പം ഞാൻ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ കയറുന്നില്ല. എനിക്ക് ഒരു എന്തെങ്കിലും സ്ഥാനത്തിനാരും പിന്നാലെ പോയിട്ടല്ല, പ്രവർത്തിച്ച് കാണിച്ചു, ചില പൊസിഷൻസ് കിട്ടി. അപ്പോൾ ഈ 2021 വന്നപ്പോൾ ഞാൻ നേരെ സൂചിച്ചമാരെ 20,000-ത്തിലധികം വോട്ടുകൾ പുതുതായിട്ട് വന്നു. 20 വന്നപ്പോൾ ഞാൻ 7 സ്ഥലത്തേക്കും ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു നമ്മുടെ കോർഡിനേറ്റേഴ്സിന് വോട്ട് ചേർക്കാനായിട്ട്. പക്ഷെ 4,000 വോട്ട് മാത്രം നമുക്ക് ചേർക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം എന്താ, നമുക്ക് താഴെത്തട്ടിൽ ആളുകളില്ല ഇത് ചെയ്യാനായിട്ട്. അതായത് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ 2021 വന്നപ്പോഴേക്കും പൊന്മള ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിലും പാർട്ടിക്ക് ഓഫീസും പാർട്ടിക്ക് കമ്മിറ്റികളുമായി. ഞാനും അവിടെ വരുമ്പോൾ കുറ്റിപ്പുറത്ത് മാത്രമാണ് NCPക്ക് കുറച്ച് ആളുകളുള്ളൂ. വളാഞ്ചേരിയും പേരിനുണ്ട് ഒരു ഓഫീസ്, പേരിന് ഫങ്ഷൻ ചെയ്യുന്നല്ല ഒന്നുമില്ല. അത് എല്ലാ സ്ഥലത്തും ഓഫീസുകളായി, എല്ലാ ബൂത്തിലും ഇരിക്കാൻ ആൾ വരെയായി. ആ അവസ്ഥയിലേക്ക് എത്തിച്ചു. NCP അവിടെ അങ്ങനെ അറിയപ്പെടുന്ന ആ മണ്ഡലത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഓൾറെഡി 15,000 വോട്ടിന് ആണ് ഞാൻ തോറ്റിരിക്കുന്നത്. പുതിയ വോട്ട് ചേർന്നതിൽ അവർക്ക് 16,000 വോട്ട് കൂടി അവർക്ക് പുതിയത് കിട്ടുകയാണ്, അവർ ചേർത്തിട്ടുള്ള സാധ്യതകളാണ്. അപ്പോൾ ഏതാണ്ട് 31,000 വോട്ട് മിനിമം കിട്ടണം, 32,000 വോട്ട് കിട്ടണമാണ്. പക്ഷേ ഞാനത് വീണ്ടും ആ 15,000 16,000-ൻ്റെ ഉള്ളിൽ ഞാൻ പിടിച്ചു നിർത്തിയെന്നുള്ളതാണ്.
നിങ്ങളെ ഒരു ഇത്. പിന്നെന്തേ കോട്ടക്കന്ന് മാറി? അല്ല, കോട്ടക്കലിൽ അവിടെ ജയിക്കുകയാണെങ്കിൽ ഞാൻ ജയിക്കേണ്ട സമയമായിരുന്നു 2021. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു തുടർ ഗവൺമെന്റ് വന്നു. അപ്പൊ അതില് ഒരു ഓളത്തില് ഉണ്ട് 99 സീറ്റിലാണ് വരുന്നത്. എന്നിട്ടും അവിടെ ജയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, മണ്ഡലം ചില മണ്ഡലങ്ങളുണ്ട് തീർച്ചയായിട്ടും അത് മുസ്ലിം ലീഗിന് അത്രയും ഇതുള്ളതാണ്. പക്ഷെ അവർക്ക് തന്നെ ഭയങ്കര പേടിയായിരുന്നു എത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. തങ്ങൾ നിങ്ങളെ ഏതെങ്കിലും സമയത്ത് കോൺഫ്രണ്ട് ചെയ്തണോ ഇങ്ങനെ സംസാരിക്കേ? അല്ല, വളരെ എൻ്റെ നല്ല സുഹൃത്താണ്. അല്ലാന്ന് വെച്ചാൽ ആ ഇലക്ഷനോ അല്ലെങ്കിൽ പിറ്റത്തെ ഇലക്ഷനോ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ ഒരു ചെളിവാരി അറിഞ്ഞിട്ടില്ല. വ്യക്തിപര പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ഇതിലാത് ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല, എപ്പോൾ വെച്ച് കണ്ടാലും ഞാനുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഏത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരിക്കൽ ചെന്നപ്പോൾ എനിക്ക് അന്ന് കാലത്ത് വന്നപ്പോൾ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് അദ്ദേഹം അവിടെ നിന്ന് റെഡിയാക്കി വെച്ചിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് പോലും പോന്നിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ബന്ധങ്ങൾ വേറെ, പൊളിറ്റിക്സ് വേറെ. ഞാൻ അങ്ങനെ ഇതുള്ള അതിപ്പോൾ ഈവൻ മുസ്ലിം ലീഗിലിപ്പോൾ തങ്ങളാണെങ്കിലും എന്നോടൊരിക്കൽ ഇങ്ങോട്ട് പോവാ, നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞാലി സാഹിബ് പോലും. മനസ്സിലായില്ലേ? അപ്പം കാരണം അവർ എൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവും ഭാഗ്യം കണ്ടിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്താൽ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ തോറ്റിട്ടും ഒരു തോറ്റ ആള് പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റുക എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ ചെയ്തതിന് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പറഞ്ഞ വാഗ്ദാനങ്ങളും അതിനപ്പുറവും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് ഇന്നും അതെ. ഇന്നിപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം അവിടെ എല്ലാം ഞാൻ സീറ്റ് തിരൂരായിരുന്നു ഇത് ചെയ്തത്. തിരൂർ സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ എന്നോട്. കാരണം ഞങ്ങൾ NCP എന്നുള്ളത് അജിത് പവാറിൻ്റെ വിഭാഗമായതുകൊണ്ട് മഹാരാഷ്ട്രയിൽ BJP ആയിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് പറ്റില്ല, അതുകൊണ്ട് രാജിവെക്കണം എന്ന് പറഞ്ഞു. ഞാൻ രാജിവെച്ചു. എന്നിട്ടാണ് തിരൂർ മത്സരിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും വന്നപ്പോഴാണല്ലോ നമ്മുടെ അബ്ദുറഹ്മാൻ നേരെ താനൂരിൽ എനിക്ക് തിരൂർ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് പ്രശ്നങ്ങളായി. അവസാനം തിരൂർ കൊടുത്തു. പിന്നെ അന്നത്തെ ഒരു ഇതിനപ്പം എല്ലാവരും എന്നോട് പറയുന്ന ഒരു പണി, നിങ്ങൾ താനൂർക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് താനൂർ വന്നാൽ, പക്ഷെ അവിടെയും അപ്പോഴത്തേനും വേറെ ആളെ ഒരു ഫിക്സ് ചെയ്തു, നടന്നില്ല. അപ്പോൾ പിന്നെ നമ്മളാൾക്കാർ പറയുന്നു രണ്ടിടത്തും കൊടുക്ക്, ഒരു പണി കൊടുക്കാൻ എന്നുള്ള ആൾക്ക്. അല്ല, അതിപ്പോൾ നമ്മുടെ തന്നെ അവിടെയുള്ള സുഹൃത്തുക്കൾ നമ്മുടെ CPM തന്നെയാണ്, വേറെ ആരും ഇല്ല ഈ പറയുന്നത്. അവർ തന്നെ അവരിൽ നിന്ന് തന്നെ ഒന്നാണ് രണ്ടിടത്തും കൊടുക്കപ്പോൾ ഏതെങ്കിലും ഒന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ രണ്ടിടത്തും നോമിനേഷൻ കൊടുത്തു. പിന്നെ അപ്പോൾ സീനിയർ നേതാക്കന്മാർ നമ്മൾ അടുപ്പുള്ള ബാക്കിയുള്ളവരൊക്കെ ചെയ്യരുത്, പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അന്തരമാനടക്കം ബാധിക്കും എന്നുള്ളത്. ഇങ്ങനെ ഒരു ഒഴുക്കുണ്ട് എന്നുള്ള അന്നൊന്നും അറിയില്ല. ഇതാണ് ഗതിയും നമുക്കറിയില്ല. അല്ല, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ശരി, നമ്മളെ സഹായിച്ച ആളുകൾ നമ്മളോട് വന്നിട്ട് പറയുന്നു നിങ്ങൾ ചതിക്കരുത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞാനത് ഇത് ചെയ്ത് കൊടുത്തു. പക്ഷെ അവർ വളരെ കോട്ടക്കിലെങ്കിലും എന്നെ വീണ്ടും നിർത്തണം, ആ ഒരു വനിത നിർത്തരുത് എന്നുകൊണ്ടൊക്കെ ശ്രമിച്ചിരുന്നു. അത് നടന്നില്ല. പക്ഷേ ഞാൻ ചെയ്തു. ഇനി എന്താണ് രാഷ്ട്രീയ പരിപാടികൾ? അതാണല്ലോ ഇപ്പോൾ നമ്മൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയായിരുന്നു NCP. ഈ ശരത് പവാറിനായിട്ട് വ്യക്തിപരമായുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ട്? കാരണം വെച്ചാൽ മലയാളികൾക്ക് അറിയാത്ത ഒരാളാണ് ശരത് പവാർ. അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ശരത് പവാറിനെ ഞാൻ മനസ്സിലാക്കിയില്ല. ശരത് പവാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് എടുത്തടിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന ഒരാളല്ല. ഏത് കാര്യത്തിലും സസൂക്ഷ്മം വീക്ഷിച്ച് അഭിപ്രായം പറയുന്ന ഒരാളാണ്. അത് ബോധ്യപ്പെട്ടാൽ കൃത്യമായിട്ട് അപ്പം തന്നെ പറയുകയും ചെയ്യും, ആക്ടിങ് ചെയ്യും. അതിൽ ഏറ്റവും വലിയൊരു ഇതാണ് 2021 മുമ്പായിട്ട് ഈ പാലയിൽ മാണിസാർ മരിച്ചല്ലോ, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പം അവിടെ സ്ഥിരമായിട്ട് മത്സരിച്ചിരുന്ന ആൾ കാപ്പനായിരുന്നു. അപ്പോൾ കാപ്പന് ആ സീറ്റ് കൊടുക്കാതെ അവിടെ ജോസ് കെ മാണിക്ക് ആ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. 2015 അപ്പോൾ ആ തീരുമാനം വന്നപ്പോൾ 1 വർഷം പിന്നെ ഇലക്ഷനുള്ളൂ. 2014-15 സമയത്താണത്. അപ്പോൾ അതിൽ വലിയ പ്രശ്നമായി. കാപ്പൻ ഇതൊന്ന് വിട്ടുപോയി അങ്ങോട്ട് പോകാനുള്ള ഇതുണ്ടായി. അപ്പുറത്തുനിന്ന് മത്സരിക്കുകയാണ് കോൺഗ്രസുമായിട്ടുള്ളതെന്ന് വന്നു. അന്ന് പാർട്ടിയിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം എന്താണെങ്കിൽ, ഈ ഒരു വിഭാഗം ആളുകൾ ഇത് പാർട്ടി പിടിച്ചിട്ടുള്ള ചതിയാണ്, അതുകൊണ്ട് നമ്മൾ കാപ്പൻ എടുത്ത സ്റ്റാൻഡാണ് അവർക്ക് കോൺഗ്രസിൽ പോകണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. അപ്പം അന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, NDAയുടെ ഭാഗമല്ല NCP ഒന്നായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ ശരത് പവാറും അതിനനുകൂലമായിട്ടുള്ളൊരിത്, കാരണം അന്നത്തെ ചാർജ് പീതാംബരം മാഷ്ക്കാണ്. അതുകൊണ്ട് പീതാംബരം മാഷും ആ നിലയ്ക്കുള്ളൊരു ലൈനിലേക്കാണ് വന്നത്. കോൺഗ്രസ്സായിട്ട് ഇത് ചെയ്യാം, കാരണം ദേശീയ തലത്തിലും കോൺഗ്രസ്സായിട്ടുള്ള ബന്ധങ്ങളാണ് ഇന്നത്തെ ആയിക്കോട്ടെ. മാത്രമല്ല മഹാരാഷ്ട്രയിൽ മഹാഗഠബന്ധൻ ഈ പറയുന്ന ഇതിൽ കോൺഗ്രസ്സുമായിട്ടുള്ള ഭരണം നിലനിൽക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ തീരുമാനത്തിലേക്ക് വന്നു. അപ്പം ആ തീരുമാനത്തിലേക്ക് വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്കും നല്ലത്, നിങ്ങൾ കോട്ടയ്ക്കിൽ ആണ്, നിങ്ങൾക്കും UDF വരികയാണ് നല്ലത്, അപ്പോൾ ഏതെങ്കിലും സീറ്റ് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ബേസിക്കലായിട്ടൊരു ഇടതുപക്ഷ സഹയാത്രിക എന്നുള്ളതിലുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയ്ക്കിൽ ഞാൻ മത്സരിച്ചും ബാക്കിയുള്ള ഞാൻ ഇടതുപക്ഷ ഇതായിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി മാറാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനം എന്ന് പറഞ്ഞു. ശശീന്ദ്രന് എലത്തൂർ എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഒന്നാലും ജീവിക്കാൻ പറ്റുള്ളൂ. ശശീന്ദ്രന് അപ്പോൾ ഒരു തീരുമാനം. അപ്പോൾ ഞാൻ പീതാംബരൻ മാഷായിട്ട് ഏറ്റവും അടുപ്പമുള്ളതുകൊണ്ട് ഇവരൊരു സ്വകാര്യമായിട്ടൊരു മീറ്റിംഗ് കൂടി ശശീന്ദ്രൻ്റെ വീട്ടിൽ. അദ്ദേഹം മന്ത്രിയാണ്, എന്നെ വിളിച്ചില്ല. അപ്പം അല്ലാതെ അവിടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചില ആളുകൾ മാത്രം ഞാൻ ഈ കോൺഗ്രസ്സിലേക്കാവോ എന്നുള്ള കാപ്പൻ്റെ കൂടെ ഒന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് അന്ന് തിരുവനന്തപുരത്തില്ല. അപ്പോൾ ഞാൻ കമ്പനിയുടെ ഡയറി എല്ലാ വർഷവും ചെയ്യും. അപ്പോൾ ശശീന്ദ്രൻ എനിക്ക് കുറച്ച് ഡയറി വേണമെന്ന് പറയുന്നു. ഞാനിതൊന്നും അറിയാതെ പറഞ്ഞ ഡിസംബർ ജാനുവരി ഇതിലാണ് ഈ ഡയറിയുമായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ശശീന്ദ്രൻ മോളിൽ മീറ്റിംഗ് നടത്തുക. അവരായിട്ടുള്ള സ്വകാര്യ മീറ്റിംഗാണ്. ഒരു 5-8 പേരുണ്ട്, പല ജില്ലയിൽ നിന്നുള്ള ജില്ല പ്രസിഡന്റും പിന്നെ സംസ്ഥാനമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ താഴത്ത് പയ്യൻ പറഞ്ഞു, മുകളിൽ ആണ് സാർ ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പറ. അപ്പോൾ എനിക്കിതാണെന്ന് അറിയില്ല, വേറെ ആരെങ്കിലും ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ശശീന്ദ്രൻ ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുകളിലേക്ക് വരാൻ പറയുന്നുള്ളൂ. ഞാൻ ചെന്നപ്പോൾ ഇവരൊക്കെ ഞെട്ടി, കാരണം പ്രതീക്ഷിക്കാത്താണല്ലോ ഇവരൊക്കെ എങ്ങനെ എന്ത് പറയുന്നുള്ളതായിരുന്നു. അപ്പോൾ ശശീന്ദ്രൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കൂടിയിരിക്കുന്ന വേറെ ഒന്നല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ, ഏത് കോൺഗ്രസിനോട് പോകാനാണോ അതോ ഓപ്പണായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പോവില്ല. അപ്പോൾ നമുക്കൊന്ന് എന്താ വേണ്ടത്, ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കണം, അതായിരിക്കും. അപ്പോൾ പാർട്ടി രൂപീകരിക്കുന്ന ചർച്ചയാണ് നടന്നുകൊണ്ടിരുന്നത് അവിടെ. അത് ശരി. ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യം എന്താ, നമ്മൾ പവാർജി അടുത്ത് നേരിട്ട് പോവുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതില്ലെങ്കിലല്ലേ നമ്മൾ ഈ ചർച്ച നടത്തേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം അതിൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ എന്നാൽ നിങ്ങളൊരു അപ്പോയിൻമെൻ്റ് എടുക്കുക, എന്നിട്ട് നമുക്കൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് പോവാം എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം, ഞാൻ എന്തായാലും UDFൻ്റെ ഭാഗത്തേക്കില്ല, ഞാൻ LDFൻ്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ട് തീരുമാനം അവിടെ പറയണം. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്തു, പവർജി വിളിച്ചിട്ട്, ഞാൻ മൈനോറിറ്റിയുടെ ദേശീയ സെക്രട്ടറി ആണല്ലോ, അപ്പോൾ ഞാൻ മൈനോറിറ്റിയുടെ ചെയർമാൻ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് അത്യാവശ്യമായിട്ട് വെക്കണം മൈനോറിറ്റിയുടെ. അതുകൊണ്ട് അത് നീ ഒരു പണി, ഒരു ഡേറ്റ് വയ്ക്കുകയെന്ന് പറഞ്ഞു. ബോംബെയിൽ വെച്ചാൽ മതി, മഹാരാഷ്ട്രയിൽ ബോംബെയിലാവുമ്പോൾ പവർജെ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വെക്കാൻ പറഞ്ഞു. ആ ഡേറ്റും കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആ ഡേറ്റ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചൊരു ഡേറ്റ് നിശ്ചയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓൾറെഡി ഒരു മീറ്റിംഗ് ഉണ്ട്, ഇവിടുത്തെ ഒരു ഇഷ്യൂ സംസാരിക്കാനായിട്ട് ഞാൻ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ശശീന്ദ്രൻ മിനിസ്ട്രിയും കൂടി അദ്ദേഹം ഒരു മീറ്റിംഗ് വേണമെന്നുണ്ട്, രണ്ടും കൂടി ഒരുമിച്ച് ആക്കട്ടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആയിക്കോട്ടെ, അത് വൈകുന്നേരം ആക്കാം, ഈ കാലത്ത് അതിൻ്റെ കൂടെ ശശീന്ദ്രനെ കൊണ്ടുവരണ്ട, വൈകിട്ട് 5 മണിക്ക് പറഞ്ഞു. ഇത് ഓൾറെഡി കാലത്ത് 8 മണിക്ക് ടൈം ഞാൻ കൊടുത്തിരുന്നു, ആ സമയത്ത് പോരെയെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ റിപ്പോർട്ട് വന്നിരുന്നു, ഈ 2015 കേട്ടോ, ഈ മറ്റേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റേ അല്ല അത് അതിന് ശേഷമാണത്. അപ്പോൾ 2015 ഇലക്ഷൻ എന്താ വെച്ചാൽ 2014 മറ്റത് വരുന്നത്. അന്ന് കാപ്പൻ മാറിയില്ല, കാപ്പൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരം ജയിക്കുന്നത്. പക്ഷെ 2021 ഇലക്ഷൻ വരുമ്പോഴാണ് കാപ്പൻ ഈ മറ്റാൾക്ക് ഈ സീറ്റ് വന്നിട്ട് വരുന്നത്. അപ്പൊ 2015 പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ കോട്ടയം ജില്ല അടക്കം മുഴുവൻ എന്ത് ചെയ്തു, ഏറ്റവും കൂടുതൽ ഭരണകക്ഷിക്ക് അനുകൂലമായിട്ടാണ് പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി അടക്കം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതാദ്യമായിട്ടാണ് കേരളത്തിന്റെ നേതൃത്വത്തിൽ ഭരിക്കുന്നവർക്കെതിരായിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരിക, എപ്പോഴും എല്ലാ ഘട്ടത്തിലും ഭരണത്തിനെതിരായിട്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ളത്. അത് മാണി കോൺഗ്രസ്
ഈ ഇപ്പുറത്തുള്ള സൗത്ത് കേരളയിൽ അവരുടെ ഒരു വോട്ടും കൂടി നേടിക്കൊണ്ട് അത് വന്നിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഞാനത് എടുത്തു. മാത്രമല്ല ഇവിടുത്തെ മൊത്തം വോട്ടിംഗ് പാറ്റേൺ, ഈഴവ വോട്ട്, മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, ഇതിലേതെല്ലാം വോട്ട് എങ്ങോട്ട് മാറുമ്പോഴാണ് ഈ മാറ്റങ്ങൾ വരുന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ടും തയ്യാറാക്കി. ഞാൻ ചെന്നപ്പോൾ കാലത്ത് തന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു കൈൻഡ് ഗോ ത്രൂ ദാറ്റ്. എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് വേണം ആ ഡിസ്കഷൻ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്. അപ്പോൾ എനിക്കറിയാം പവാർജി എന്ത് കിട്ടിയെങ്കിൽ സസൂക്ഷ്മം അത് വായിച്ച് നോക്കി കൃത്യം വിലയിരുത്തുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പോകുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ കേരള ഹൗസിൽ ശശീന്ദ്രൻ, ഞങ്ങൾ 5 മണിക്ക് ഒരുമിച്ച് ചെന്ന് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഡിഡ് യു ഗോ ത്രൂ ദാറ്റ് റിപ്പോർട്ട് എന്ന് വെച്ചു. ഇമ്മീഡിയറ്റ്ലി എനിക്ക് കിട്ടിയ റിപ്ലൈ എന്താണ്, യെസ് വി ഡോണ്ട് നീഡ് ടു ഗോ ടു UDF. ഓക്കെ, ഞാനിതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്ത LDF ഗവൺമെൻറ് 100 സീറ്റോയെങ്കിലും ആയിട്ടാണ് വരുന്നത്, 99 സീറ്റോ ഒന്നും. ഈ ഇത് വെച്ചിട്ടാണ് ഞാൻ റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ആർ യു ഷുവർ അബൌട്ട് ദാറ്റ്? യെസ് ഐ എം പ്രിറ്റി ഷുവർ അബൌട്ട് ദാറ്റ് ബിക്കോസ് യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ദ ഹോൾ റിപ്പോർട്ട് എന്ന് വെച്ചു. യെസ് ഐ ഗോട്ട് ഇറ്റ്, നോ വി വിൽ കണ്ടിന്യൂ വിത്ത് LDF എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് മുഴുവൻ ഈ ശശീന്ദ്രൻ ബന്ധുണ്ട്, കംപ്ലീറ്റ് ക്യാമറ മാധ്യമങ്ങളൊക്കെ നിൽക്കുകയാണ്. പോകുമ്പോൾ തന്നെ എന്താ വെച്ച് പറഞ്ഞു, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഈ ഡിസിഷൻ വന്നപ്പോൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇല്ല LDFിൽ തന്നെ തുടരാനുള്ള തീരുമാനമാണ് വന്നിട്ടുള്ളത്. അവിടെ ഓൾറെഡി അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, അതിൻ്റെ പിറ്റത്താഴ്ച ഡൽഹിയിൽ മീറ്റിംഗ് വിളിച്ചു, എല്ലാവരും വിളിച്ചു കൂട്ടി. അവിടെ വെച്ചിട്ട് പബ്ലിക് ചെയ്തു LDFിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോഴാണ് കാപ്പൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പൊരു വിഷയമുണ്ട്. ഈ മീറ്റിംഗ് ഞാനും ശശീന്ദ്രനും പവാർജിയും കൂടി നടത്തുമ്പോൾ പവാർജിയോന് റിക്വസ്റ്റ് വെച്ചു, കാപ്പൻ നമ്മളോട് വന്നിട്ടുള്ളതാണ്, ഇത്ര പ്രാവശ്യം മത്സരിച്ച് തോറ്റിട്ടാണ് അപ്പോൾ അയാൾ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ആ സീറ്റ് തന്നെ കൊടുക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തണം. ഇയാൾക്ക് ആ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ കാപ്പൻ എന്ത് ചെയ്യുക, അയാൾ രാജിവെക്കുന്ന രാജ്യസഭാ സീറ്റ് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് യെച്ചൂരിയായിട്ടൊന്ന് സംസാരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അത് വേണ്ട, അത് നടക്കില്ല പറഞ്ഞു. ആര് പറഞ്ഞു? ശശീന്ദ്രൻ. എന്താ മലയാളത്തിലെ പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് സെയിങ് എന്ന് വെച്ചിനോട് ഞാൻ പറഞ്ഞു, ഇല്ല ഇങ്ങനൊരു നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. കാരണം എന്താ, ശശീന്ദ്രനെ എപ്പോഴും കാപ്പം പുറത്തേക്കൊണ്ട് പോയാലല്ലേ ആ സീറ്റ് തന്നെ അല്ലെങ്കിൽ കിട്ടണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒന്നിൽ ഈ ഓപ്ഷൻ കൊടുക്കുന്ന പറയുമ്പോൾ മറ്റാളപ്പോൾ രാജിവെക്കില്ല, രാജ്യസഭ വെച്ചിട്ട് കളയില്ല. മനസ്സിലായോ? ഞാൻ പൊളിറ്റിക്കലായിട്ടാണ് ചിന്തിച്ചത്. അപ്പം അവിടെ നിൽക്കും. അപ്പം എന്ത് ചെയ്യും, കാപ്പന് വീണ്ടും അവിടെ മത്സരിക്കാം. കാപ്പൻ വീണ്ടും മത്സരിച്ച് അവിടെ വീണ്ടും ജയിച്ചാൽ ഇയാളത്തെ ഇതിനു മുമ്പ് മന്ത്രിയായതല്ലേ, അടുത്ത മന്ത്രിസഭയിൽ കാപ്പനാ വരിക. കാപ്പൻ പുറത്തു പോകാന്നുള്ളതാണ് ശശീന്ദ്രന്റെ ആവശ്യം. എന്താ ഓരോരുത്തരെ ഞാൻ അപ്പം റീഡ് ചെയ്തു. ഇത് എന്നെ തൊട്ട്, അതായത് പവാർജി അപ്പുറത്ത്, ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ തൊട്ടപ്പുറത്ത് ശശീന്ദ്രൻ. ഞങ്ങൾ വലിയ സോഫയിൽ, പവാർജി സിംഗിൾ സോഫയിൽ. അപ്പം എന്നെ തൊട്ട് അത് വേണ്ടാട്ടോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പം ഞാൻ അപ്പം തന്നെ കുറിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇഫ് യു പെർമിറ്റ് മീ ഐ ക്യാൻ ടോക്ക് ടു സം ഓഫ് ദി CPM ലീഡേഴ്സ് വിത്ത് റിഗാർഡ് ടു ദിസ്. ഓക്കെ, യു ടോക്ക് ടു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് നേരെ എന്ത് ചെയ്തു, നമ്മുടെ A. വിജയരാമനെ കണ്ടു. തൃശ്ശൂർ വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച വിളിച്ച്, അവിടെ തന്നെ വിളിച്ചു. ഞായറാഴ്ച വീട്ടിൽ വന്നോളം പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ ഇങ്ങനൊരിതുണ്ട്, അതുകൊണ്ട് ആ സീറ്റ് നിർബന്ധമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, പക്ഷേ ഇപ്പോൾ ഈ രാജ്യസഭ സീറ്റ് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത് പറയാം. അപ്പോൾ അയാളില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂട്ടെ, അങ്ങനെ ഇത് വെക്കണം എന്ന് പറഞ്ഞു. അല്ലാതെ കാപ്പനങ്ങനെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിൽ ഞാൻ അത് വെക്കാന്ന് വെച്ചിട്ട് ഞാൻ പറയാം, അടുത്ത ശനിയാഴ്ച പറയാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ശനിയാഴ്ച ഞാൻ വിളിച്ചു, ഞായറാഴ്ച കാണുന്നതിന് വേണ്ടി. അപ്പോൾ ഞാൻ വന്നോന്ന് പുള്ളി ഫോൺ കൂടെ ഒന്നും പറഞ്ഞില്ല. ഞായറാഴ്ച കാലത്തെ വീണ്ടും ചെന്നപ്പനോട് പറഞ്ഞു, അത് നടക്കില്ല. കാരണം കാപ്പൻ ഓൾറെഡി ഉമ്മൻചാണ്ടിനെയും രമേശ് ചെന്നിത്തലിനെ കണ്ടിട്ട് ഓൾറെഡി അവരുടെ കൂടെ ചേരാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നമുക്കുണ്ട്. ഇത് മാത്രമല്ല, അയാൾ കുട്ടനാട് മത്സരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മുട്ടനാടിലേക്കും ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അപ്പം അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് അതിൽ തെളിഞ്ഞു. ശശീന്ദ്രന്റെ ചില ഇതൊക്കെ അതിലുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടു. കാപ്പൻ ഇന്ന് പോവേണ്ടായത്.
ശശീന്ദ്രന്റെ ഈ അവസാന സീറ്റിലും ആ സീറ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞതാണ്, ഒരു സംശയം വേണ്ട. അത് മുക്കം മൊമ്മാണി ജയിക്കുമായിരുന്നു, ആ സീറ്റ് NCP കളഞ്ഞതാണ്. അതെ, ആവശ്യമില്ലാത്ത പണിയാണ് എടുത്തത്. ശരത് പവാറിനായിട്ട് അയാളുടെ ഞാൻ ചോദിച്ചതേ, അല്ല അപ്പൊ ആ ഡിസിഷൻസ്, അത് കറക്റ്റ്. അയാളുടെ പൊളിറ്റിക്കൽ ഭയങ്കര വ്യക്തി എന്ന്, ഇപ്പൊ ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലെജൻഡാണല്ലോ. വ്യക്തി എന്നുള്ള രീതിയിൽ ആളുകളുടെ പെരുമാറ്റം, കാരണം മലയാളികൾക്ക് ആർക്കും അറിയാത്ത ഒരാളാണല്ലോ, എങ്ങനെയാണ് അയാളുടെ അടുപ്പം. അല്ല പെരുമാറ്റത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അതിനുശേഷം 2021 ശേഷം ഇവിടെ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചൊരു പരിപാടി ഉണ്ടായി. ഞാൻ ആ പാർട്ടിയിൽ നിന്ന് വിടുന്നതിന് മുമ്പ്, അല്ല മറ്റേ നേരത്തെ, അത് 2017 മറ്റേ ഇതുണ്ടായിട്ടുള്ളത്, ഈ മൈനോറിറ്റിയുടെ. ഇതല്ല, പാർട്ടിയുടെ ഒരു വലിയ പരിപാടി ഇവിടെ വെച്ചിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ. NCPയുടെ ചാക്കൊക്കെ ഏറ്റെടുത്തതിന് ശേഷം NCPയുടെ ഒരു പരിപാടി ഇവിടെ വെച്ചിരുന്നു. 23 തോന്നുന്നു. അപ്പം അതിന് പവാർ അവിടെ വന്നിരുന്നു. അപ്പം പരിപാടിക്ക് വന്നപ്പോൾ ഞാനും എയർപോർട്ടിൽ പോയി അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. ചാക്കോണ്ട് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ചാക്കോൻ്റെ വണ്ടിയിൽ ആണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സെക്രട്ടറിയും കൂടെ ഒരാളുണ്ട്, അവർ ബാഗേജ് എല്ലാം അത് നീ ഒന്ന് ശ്രദ്ധിക്കണം, എന്നിട്ട് അവരൊന്ന് ഹോട്ടലിലേക്ക് എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അപ്പം ഞാൻ പിന്നെ ഇവർ അപ്പോൾ വേറെ വണ്ടി പോയി, ഞാൻ എന്നിട്ട് ഇവർ കൂടെ എൻ്റെ വണ്ടിയിലാണ് ഇവരെ രണ്ടുപേരെയും കൊണ്ട്. കാരണം അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ഇതുണ്ടല്ലോ, അപ്പോൾ ഒരു കുക്ക് എപ്പോഴും കൂടെ ഉണ്ടാകും, ഫുഡ് സ്പെഷ്യൽ ആയിട്ടുള്ളൊക്കെ ജ്യൂസ് ഇതൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ള സെക്രട്ടറി ഉണ്ട്, അദ്ദേഹം ഉണ്ട്. അപ്പോൾ വന്നപ്പോൾ അവിടെ കുറേ അന്ന് ആ സീസൺ ആയതുകൊണ്ടായിരിക്കും അൽഫോൺസോ മാംഗോ ഒരു 7 പെട്ടി കൊണ്ടുവന്നുണ്ട്. ഓരോ ബോക്സ്, രത്നഗിരിയിലെ മെയിൻ സാധനം, ഓരോ ബോക്സ് ആയിട്ടാണ്. ഓരോ ബോക്സിന്റെ മുകളിലും പേരെഴുതിയിട്ടുണ്ട്. ചാക്കോ അല്ലെങ്കിൽ പീതാംബരം മാഷ് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ പേര്, ഒന്ന് എൻ്റെ പേര്. ഓ അത് ശരി, അതുപോലത്തെ പരിഗണന. ശരി, അതിൽ 6 എണ്ണത്തിൽ പേരുണ്ട്, ഒരെണ്ണത്തിലില്ല. അപ്പം ഈ സെക്രട്ടറിനോട് പറഞ്ഞു, അതിൽ 7 എണ്ണുണ്ട്, 6 എണ്ണത്തിൽ പേരുണ്ട്, ഒരെണ്ണത്തിൽ പേരില്ല, ഏതെങ്കിലും ഞങ്ങൾക്കറിയില്ല മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ ആൾക്ക് കൊടുത്തോന്ന് പറഞ്ഞു. മനസ്സിലായി? അതായിരിക്കും കൊടുത്തേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പക്ഷെ ഞാൻ പെർമിഷൻ ഇല്ല ഒന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ ഞാൻ നേരെ ഇവരാദ്യം എത്തിയ, ഞങ്ങൾ ലഗേജൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിലെത്തി, ഇവരെ റൂമൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം ചെയ്ത് ഞാൻ ചെന്നപ്പോൾ പവർജിയോട് ചോദിച്ചു, പിന്നെ ഒരു ബോക്സിൽ പേരെഴുതാത്തുണ്ട്, അതിലില്ലാത്ത ഒരാൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ കണ്ടതിൽ നമ്മുടെ ഫൈസലാണ് MP. ഞാൻ തൊട്ടേന്ന് വെച്ചു. ഓ ഷുവർ, ലക്ഷദ്വീപ് MP. ഞാൻ അപ്പം തന്നെ ഫൈസലപ്പോൾ താഴത്ത് ഞാൻ ചെല്ലുമ്പോൾ ഉണ്ട്, ഫൈസലിനോട് വിളിച്ചുകൊണ്ട് പോവല്ലേ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെട്ടിയെടുത്ത് ഫൈസലിന് കൊടുത്തു. അത് ശരി, അയാളുടെ ഒരു പരിഗണനയല്ലേ നമ്മൾ. ഞാൻ പറയുന്നത് ഒരു നിങ്ങൾ എന്നോട് ചോദിച്ചത് ആ വ്യക്തിത്വത്തെ കുറിച്ചാണ്. ഇത്രയും വലിയൊരു മനുഷ്യ സ്റ്റാറ്ററുള്ള ഒരു ലീഡർ ഇവിടേക്ക് വരുമ്പോൾ ആ ആളുകളെ പരിഗണിക്കുന്നുള്ള അതൊരു അത്ഭുതമാട്ടോ. എന്നെ ഞാൻ പാർട്ടിയിൽ തെറ്റി നിൽക്കുമ്പോഴും പലപ്പോഴും ഈ പാർട്ടിയുടെ തെറ്റുന്ന സാഹചര്യം എന്താ, അത് PC ചാക്കോ വന്നിട്ടുണ്ടാക്കിയ ചില പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് PC ചാക്കോ എന്തിനാ വന്നത് ശരിക്ക്? അതിപ്പോ എവിടെ ഇല്ലാതെ വരുമ്പോ പിന്നെ വഴില്ലോ. PC ചാക്കോ അല്ലെങ്കിലും പവറായിട്ട് നല്ലൊരു ബന്ധമുണ്ട്, നേരത്തെ മുതലുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് കോൺഗ്രസ് ഉണ്ടായിരുന്ന ആളുകളാണ്. ആ ബന്ധം നിലനിന്നിട്ട് പോകുന്നതാണ്, പണ്ട് മുതലേ ഉണ്ട്. ഇനിയിപ്പോ കേരളത്തിലെ NCPന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ് പോയി. NCP എന്നുള്ള പാർട്ടി ടോട്ടലി പോയി, ഇന്ത്യ തന്നെ പോയി. ഗ്രാജുവലി ഉണ്ടാവാൻ പോകുന്നു. മഹാരാഷ്ട്രയിൽ തീർച്ചയായും ഈ ഒരു ഇതിലിങ്ങനെ പോവും. കാരണം അവിടെ ഇപ്പോൾ ഭരണത്തിലുണ്ട്, പിന്നെ NDA ആയിട്ടുള്ള മുന്നണിയിലായതുകൊണ്ടും അവർ തകർക്കും, സ്പ്ലിറ്റ് അതൊക്കെ പലതും വരാം. പിന്നെ ഈ 2 NCP SP ബാക്കിയുള്ളതൊക്കെ പിളർന്നെങ്കിലും വീണ്ടും അത് അവസാനം ഇപ്പോൾ പവാർജിയുടെ ഒരു കാലം കഴിയുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ ഒന്നാവും. മനസ്സിലായി? അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി അത് തീർച്ചയായിട്ടും NCPക്ക് മഹാരാഷ്ട്രയിൽ നല്ലൊരിതുണ്ട്. അപ്പോൾ അവിടുത്തെ നമുക്ക് കുറവ്. പക്ഷേ കേരളത്തിലത് ഇവരുടെ ഈ നേതാക്കന്മാരുടെ PC ചാക്കോ അതുപോലെ തന്നെ ശശീന്ദ്രൻ എന്നിവരുടെ ഇതുകൊണ്ട് മാത്രം ആ പാർട്ടി നശിച്ചുപോവാണ്. ശരിക്കും ലെഫ്റ്റിലുള്ള നല്ല ആളുകളാണ്. കാരണം കോൺഗ്രസ് എസിൽ നിന്ന് വന്നിട്ടുള്ള കുറേ നല്ല ആളുകളാണത്. പക്ഷേ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എടുക്കുമ്പോൾ അപ്പം എന്നെ പലപ്പോഴും ഇങ്ങനെ വിട്ടുമ്പോൾ എന്നെ ഒന്ന് വരാൻ പറയാന്നൊക്കെ തോമസിനോടും ഇവരോടൊക്കെ പറഞ്ഞിട്ട്, ചാക്കോനോട് പറയില്ല, പക്ഷേ തോമസിനോട് വിളിച്ചും പവർ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചാക്കോടുള്ളിടത്തോളം കാലം പോയിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ ഒരിക്കൽ
ദുബായ് ഉള്ളപ്പോൾ തോമസ് എന്നെ വിളിച്ചു. ഒരു മീറ്റിങ്ങിന് ഞാൻ പോയതായിരുന്നു. തോമസ് എന്നെ അറിയില്ല ഞാൻ ദുബായിലുള്ളത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ദുബായിലാണ്. എവിടെ ഉണ്ട്? ഞാൻ ദുബായിലാന്ന് പറഞ്ഞു. ഞാൻ പവാർജിക്കൊന്ന് കൊടുക്കട്ടെ, അങ്ങനെ പവാർജി നീ വന്നില്ല എന്നുകൊണ്ടുണ്ട്, നിന്നോട് വരാൻ പറയാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പി സി ആക്കുഴപ്പത്തിലും ഞാൻ വന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് നീ പറഞ്ഞാൽ മതി ഇന്നാണെന്നല്ല ഞാൻ പറയാൻ. എനിക്ക് മാനസികമായിട്ട് അദ്ദേഹത്തോട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വരണം എന്ന് പറയുമ്പോൾ ചെന്നില്ലെങ്കിൽ ചെന്നാൽ മറിച്ചൊന്നും പറയാൻ പറ്റുന്നതിൻ്റെ വിഷയം എന്താണെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ നമുക്ക് ഒരാളെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്കതിൽ ഇല്ലാച്ച പിന്നെ അദ്ദേഹത്തെ ഇതുണ്ടല്ലോ. ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം എന്ന് പറഞ്ഞാൽ ദുബായിലാണെന്ന് പറഞ്ഞാൽ കൊണ്ട് ഞാൻ അങ്ങനെ ഒഴിവാക്കിയത്. അത്ര പോലും ഇന്നും വേണമെങ്കിൽ ചെന്നാൽ എനിക്ക് കാണാനോ ബാക്കിയോ ബുദ്ധിമുട്ടില്ല. ഒരു നേതാവാണ്. ആ ഒരു ബന്ധം ഇപ്പോഴും മെയിൻറ്റെയിൻ. അപ്പോൾ ഇനിയിപ്പോൾ NCP വിട്ടു. NCP ഈ ഇലക്ഷന് വേണ്ടി ഞാൻ വിട്ടു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ പലതിലും എന്നെ വിളിക്കുന്നുണ്ട്. സീനിയർ നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട്. എന്നോട് വീണ്ടും ഏറ്റെടുക്കണം എന്നുള്ളതിലേക്കുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല, എന്നൊന്നുമില്ലാതെ. കാരണം ഓൾറെഡി ഒരു ആൾക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്.